ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ജീവിതം ഒരു പുസ്തകമാണ്. ജീവിതം ഒരു യാത്രയാണ്. ജീവിതം ഒരു പുഴ പോലെയാണ്. അത് മുൻപോട്ട് നീങ്ങുന്നു. ജീവിതയാത്രയിൽ നാം പല വ്യക്തികളെയും കണ്ടുമുട്ടും. പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകും. ചിലതൊക്കെ നമ്മുടെ ഓർമ്മയുടെ പുസ്തകത്തിലെ സന്തോഷിപ്പിക്കുന്ന അധ്യായങ്ങളാകാം. ചിലത് നമ്മെ വിഷമിപ്പിക്കുന്നതാകാം. മറ്റു ചിലത് ആശ്വസിപ്പിക്കുന്നതും നമുക്ക് പ്രത്യാശ നൽകുന്നതുമാകാം. അതാണല്ലോ ജീവിതത്തിൻ്റെ സൗന്ദര്യം. എന്നാൽ ഒരായുസ് മുഴുവൻ മനുഷ്യവംശത്തിനു വേണ്ടി ജീവിച്ച് അവനെ പ്രതി സഹിച്ച് ഉള്ളതെല്ലാം അവന് പങ്കുവെച്ച് എന്നിട്ടും മതിയാകാതെ അവസാനം സ്നേഹത്താൽ തുടിക്കുന്ന തൻ്റെ ഹൃദയം പോലും നൽകിക്കൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തന്നു ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹമായി തീരുക എന്നതാണെന്ന്. ഖലീൽ ജിബ്രാന്റെ യേശു ദേവപുത്രൻ എന്ന പുസ്തകത്തിൽ മഗ്ദലേന മറിയം പറയുന്നുണ്ട്, എല്ലാവരും എന്നെ അവർക്ക് വേണ്ടി സ്നേഹിച്ചപ്പോൾ എന്നെ എനിക്ക് വേണ്ടി സ്നേഹിച്ചവൻ അവൻ മാത്രമാണെന്ന്. അതെ, വ്യവസ്ഥകളില്ലാതെ ലാഭേച്ഛയില്ലാതെ പരിധിയോ പരാതിയോ ഇല്ലാതെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൻ്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹത്തിനും സാധിക്കുകയില്ല എന്ന് സ്വജീവിതത്തിലൂടെ പ്രഖ്യാപിച്ച അനേകം മുഖങ്ങളെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് മഗ്ദലേന മറിയം. ഒരിക്കൽ അനുഭവിച്ച ആ സ്നേഹത്തിൽ നിന്ന് അവൾ പിന്നീട് ഒരിക്കലും വ്യതിചലിച്ചില്ല. ഈശോയുടെ കൂടെ അവൾ നിഴൽ പോലെ നടന്നു. കാരണം ആ സ്നേഹം മാധുര്യമേറിയതും ആശ്വാസപ്രദവും ആയിരുന്നു. പിന്നീടൊന്നും അവൾക്കതിലേറെ മാധുര്യമായി തോന്നിയിട്ടില്ല. മഗ്ദലേന മറിയം ഇന്നും നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ഒന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ചാൽ പിന്നെ മറ്റൊന്നും നമുക്ക് ലഹരിയാകില്ലെന്ന്. ഈ അനന്ത സ്നേഹത്തിലേക്കാണ് ഈശോ ഓരോ നിമിഷവും നമ്മെ മാടി വിളിക്കുന്നത്. തൻ്റെ ഹൃദയം മാർഗരറ്റ് മേരി അലക്കോക്കിന് മുൻപിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന എൻ്റെ ഹൃദയം. ഈ സ്നേഹത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു നടക്കാം. അതുവഴി നമ്മുടെ മനോഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും മാറ്റങ്ങൾ വരുത്താം. കാരണം യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ലഹരിയുടെ ഉറവിടം അത് ഈശോയുടെ തിരുഹൃദയം തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈ ഈശോയുടെ ഹൃദയത്തിൽ നമുക്കും ഇടം തേടാം. അങ്ങനെ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ നമുക്കോർക്കാം. ലവ് ഇസ് റീപെയ്ഡ് ബൈ ലവ് അലോൺ. സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ.